അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തു ഷുആറ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. എന്തിനാണ് ഇത് സമർപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ നിയമങ്ങളാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സീന് മീമ്. ഈ ത്വാഇനിക്ക് ത്വാ എന്ന പേരിലാണ് അത് പേര് പറയാൻ കാരണം. അത് ത്വാ ആണ്. അതിന് ഫാത്തവും കിസ്റും ലമ്മും സുക്കൂനൊന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? മുകളിലൊരു മദ്ദാണുള്ളത്. അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? കൂടുതൽ നീട്ടാൻ വേണ്ടിയിട്ടാണ്. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. സീനിനും അതേമാതിരി ഒരു മദ്ദുണ്ട്. പിന്നെ മീമിനാണെന്നുണ്ടെങ്കിൽ മീമ് വഖഫാണ്. വഖഫാകുമ്പോൾ പിന്നെ അവിടെ 6 അർക്കത്തിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ശ്വാസത്തിനനുസരിച്ചാണ് നീട്ടാൻ സാധിക്കൽ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു ബാഖിഉൻ എന്നോടത്ത് പറഞ്ഞു കണ്ടില്ലേ ഒരു തൻവീൻ. ആ തൻവീൻ അവിടെ ഇദ്ഗാമാണ് നിയമം. അതിനെന്ത് ചെയ്യണം? അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാമും ബി ഉന്ന മണിക്കലോട് കൂടിയിട്ട് ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. നിർത്തുമ്പോഴൊക്കെ നീട്ടി ഇങ്ങോട്ട് നിർത്തണം. ഒരു 2 അർക്കത്തിൻ്റെ കതിറിനേക്കാൾ കൂടുതൽ നീട്ടണം. 6 അർക്കത്തിൻ്റെ കതിർ. ഇന്നശഅ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയതൻ فظلت أعناقهم لها خاضعين. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഏതൊക്കെ നിയമങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നുപോയത്? ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാക്കിനായ മീമിൻ്റെ വിധി ഒരു നിയമം അവിടെ കടന്നു പോയിട്ടുണ്ട്. ഏതാണ് അതറിയോ? അലൈഹിം മിനസ് സമാഇ. അവിടെ സാക്കിനായ മീമ് ഹർക്കത്തുള്ള മീമിൻ്റെ മുമ്പ് വന്നാൽ ഇദ്ഗാം ചെയ്യണം. അത് നിർബന്ധമാണ്. അത് മണിക്കലോട് കൂടിയിട്ടായിരിക്കണം ഇദ്ഗാം ചെയ്യേണ്ടത്. ഇദ്ഗാം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാക്കിനായ ഒരക്ഷരത്തെ ഹർക്കത്തുള്ള മറ്റേ ഒരക്ഷരത്തിൽ ചേർത്ത് ശ്രദ്ധ ചെയ്ത് മണിക്കലോട് കൂടി ഉച്ചരിക്കുക. ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക. മണിക്കാതെ ഉച്ചരിക്കുന്നതുണ്ട്. അപ്പോൾ ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്താ പറഞ്ഞത്? അലൈഹിം മിനസ് സമാഇ എന്നോടത്ത് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. പിന്നെ ആയതൻ ഫളല്ലത് അഅ്നാഖുഹും ലഹാ ഖാളിഈൻ. ആയത്തൻ എന്ന് പറയുന്നിടത്ത് എന്താണ്? തൻവീനാണ് വന്നിട്ടുള്ളത്. അത് ഫാ എന്ന് പറയുന്ന അക്ഷരത്തിന് മുമ്പാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ എടുത്തു വെച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഈ ഓത്ത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കൂടെ നിങ്ങൾ ഖുർആൻ കയ്യിൽ വെക്കുകയാണെങ്കിൽ ആ വരി നിങ്ങൾക്ക് കൈ തൊട്ട് നോക്കാം. കൈകൊണ്ട് തൊട്ട് നോക്കാം. ആ കാണുന്നതൊക്കെ ആയതൻ ഫളല്ലത് അഅ്നാഖുഹും ലഹാ ഖാളിഈൻ. ആയതൻ ഫ. ആ തൻവീനാണ്. തൻവീൻ ഫതഹാണ് ആ തായിന് വന്നിട്ടുള്ളത്. ആ തൻവീൻ ഫതഹിനെയാണ് നമ്മൾ മറക്കുന്നത്. അത് ഇഖ്ഫാ ആണ്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മറച്ചു മണിച്ച് പറയുക. 15 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരത്തിന് മുമ്പ് വന്നാൽ അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് ഫാ. ആ ഫായിന് മുമ്പാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇനിയും വരും. നമുക്ക് ശ്രദ്ധിക്കാം. ആയതൻ ഫളല്ലത് അഅ്നാഖുഹും ലഹാ ഖാളിഈൻ വമാ യഅ്തീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാൻ. നേരത്തെ നമുക്ക് സാക്കിനായ മീമിൻ്റെ വിധി വന്ന മാതിരി അതേമാതിരി ഒരു മീമും കൂടി ഇതാ വന്നിക്കണേ. വമാ യഅ്തീഹിം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൊരു സാക്കിനായ നൂന്. അത് ദാലി എന്ന് പറഞ്ഞ അക്ഷരത്തിന് മുമ്പാണ്. ദാലി എന്ന് പറയുന്ന അക്ഷരം ഇഖ്ഫാ ആണ്. ഈ
മീമ് എന്ന് പറയുന്ന അക്ഷരം ഇദ്ഗാമാണ്. മീമ് സാക്കിനായ സുക്കൂനുള്ളൊരു മീമ്, അതായത് ഒന്നുമില്ലാത്തൊരു മീമ്, ഒരു ഹർക്കത്തുള്ള മീമിൻ്റെ അടുത്ത് വന്നാൽ അതിന് എന്ത് ചെയ്യണം? ഇദ്ഗാം മണിച്ച് ചെയ്യണം. ഇനി അതിൻ്റെ അപ്പുറം വരുന്നത് മിനർ റഹ്മാൻ. ഇവിടെ വേറൊരു വ്യത്യാസം കാര്യം പറയാനുണ്ട്. അവിടെ നിർത്തിയ ഒരാൾ ഇനി എടുത്ത് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതുക? അപ്പോൾ ഇവിടെ തമ്പീന് വരൂ, അവിടെ സെദ് വരൂല, മണിക്കലും വരൂല. അവിടെ നിർത്തി. ഇനി എടുത്തു പോകുകയാണെങ്കിൽ അപ്പോൾ മീൻ ദിക്കിരി എന്നാണ് പറയുക. പക്ഷേ അവിടെ വഖഫ് ഇല്ലല്ലോ, വഖഫ് പുതുതാവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വഖഫ് പുതുതാവാനും അവിടെ പുതുതാവാൻ പറ്റാത്ത സ്ഥലം പുതുതായാൽ എടുത്ത് ഓതണം. അങ്ങനെയാണ്, കൂട്ടിയിട്ട് തന്നെ ഓതണം. ഏതായാലും നമുക്ക് ഓതി നോക്കാം. ദാലിൻ്റെ മുമ്പ് ഇഖ്ഫാ വന്ന്, ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? സാക്കിനായ നൂനിനെയും തമ്പീനിനെയും ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾക്ക് മുമ്പ് വന്നാൽ മണിക്കലോടുകൂടി മറക്കണം, ഇല്ലാതാക്കണം. ദാലിൻ നൂനിൻ്റെ ശബ്ദം തന്നെ വന്നില്ല. ഊനിൻ്റെ പല്ലിൻ്റെ ഊനിൽ അത് എന്ത് പറ്റാ, നാവ് തട്ടാൻ പാടില്ല. തട്ടിയാൽ മിൻ എന്നാവും. അതിന് പകരം എന്ത് ചെയ്യണം? പല്ലുമക്ക് തട്ടണം, നാവിൻ്റെ തലപ്പ്. മിനർ റഹ്മാൻ. കിരിമീന എന്നോടത്ത് എന്തുണ്ട്? മീമിന് തംവീനുണ്ട്. അല്ല, കിരിം റാഇനിക്ക് തംവീൻ കിസറാണ്. ആ തംവീൻ കിസറിനെ മീമിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. കിരിം മണിക്കണം. ذكرٍ من الرحمن محدث إلا كانوا عنه معرضين. 5 ആയത്തേ അവർക്ക് എടുത്തിട്ടുള്ളൂ. 4ാം ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ 5 ആയത്തിൻ്റെ അവിടെ നിർത്തുമ്പോഴേക്ക് തന്നെ ഒരുപാട് നിയമങ്ങൾ കടന്നുപോയി. ആ നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കലിമാസ് ചാനലിലൂടെ ഞാൻ ഈ ആയത്തുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികൾ ഓരോ ആയത്തുകളും പഠിച്ചതിന് ശേഷം അടുത്ത ആയത്തുകൾ പഠിക്കുക. ഒരായത്ത് പഠിച്ചാൽ 10 ആയത്തിലേക്ക് ആ ഒരു പഠിപ്പ് മതി. കാരണം ഒരായത്തിൽ വരുന്ന അക്ഷരങ്ങൾ തന്നെയാണ് മറ്റ് ആയത്തുകളിലും വരുന്നത് അക്ഷരങ്ങൾ. അതുകൊണ്ട് വേറെ ഒന്നായിട്ട് വേഗം പഠിക്കേണ്ട ആവശ്യമില്ല. ഒരായത്ത് നല്ലപോലെ അതിൻ്റെ നിയമവശം നോക്കി പഠിക്കാം. ഇനി നമുക്കിത് സ്പീഡിൽ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതാം? തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ ഇൻ നശഅ നുനസ്സിൽ عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. അപ്പോഴൊന്നും ഈ മണിക്കലും ഈ ഇദ്ഗാം ചെയ്യലും ഒന്നും പുറത്തു പോകാൻ പാടില്ല. ഇതൊന്നും ഇല്ലാത്ത അക്ഷരങ്ങളിലൂടെ വേഗം കടന്നു പോവാം. അല്ലാത്തടത്തൊക്കെ സ്റ്റേഷനിൽ വണ്ടി നിൽക്കുന്ന മാതിരി ഒന്നും ഇങ്ങോട്ട് പിടിച്ച് വേണം പോകാൻ. ഇതാണ് സ്പീഡ്. എത്രയും സ്പീഡിൽ ഓതുന്നതിനും ഒരു കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണം, തെറ്റിക്കാതെ ഓതണം. അക്ഷരങ്ങൾ വാക്കുകൾ തെറ്റിയാൽ ദക്കരിന്നുള്ളത് തെറ്റിയാൽ ദക്കറിൻ എന്നായിക്കഴിഞ്ഞാൽ എന്താകും? അത് അർത്ഥങ്ങൾ മാറും. പുരുഷനെന്നും അതുപോലെ ദക്കറി എന്നുള്ള അർത്ഥങ്ങൾ വരും. അതുകൊണ്ട് അങ്ങനെ ആവാതെ സൂക്ഷിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.